ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗാണ് കേട്ടോ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നൊരു സ്കൂളില്ലാത്ത ദിവസത്തെ ഒരു സ്റ്റഡി വ്ളോഗാണ്. നാളെ സ്കൂളുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ സ്കൂളിലോട്ടുള്ള കുറച്ച് ഹോംവർക്കും അതുപോലെ കുറച്ച് സബ്ജക്റ്റൊക്കെ പഠിക്കാനുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഫസ്റ്റ് ഞാൻ പഠിക്കുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ. പിന്നെ ഒരു വീഡിയോക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇത് നമ്മുടെ ന്യൂ സ്റ്റഡി ടേബിളിലെ ഫസ്റ്റത്തെ സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു പുതിയ ടേബിളിൽ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടേബിളൊക്കെ കിട്ടിയപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ കൂടിയ പോലെ ഈ ടേബിൾ കാണുമ്പോൾ തന്നെ ബുക്കൊക്കെ എടുത്തൊന്ന് പഠിക്കാൻ തോന്നുന്നു. അത് പിന്നെ എങ്ങനെയാണല്ലോ പുതിയതെന്തെങ്കിലുമൊക്കെ ടേബിളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പഠിക്കാനൊക്കെ ഒരു മോട്ടിവേഷൻ കൂടില്ല. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ എനിക്ക്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. പഠിക്കുകയല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയെന്നുള്ളൂ കേട്ടോ. നമ്മുടെ ക്ലാസ് ടീച്ചറുടെ വിഷയമാണ് ഇംഗ്ലീഷ്. അപ്പം ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ജസ്റ്റ് വായിച്ചെടുത്തു. പിന്നെ നേരെ കെമിസ്ട്രി എടുത്തു. കെമിസ്ട്രി എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം, അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത്. അതിലുള്ള കുറച്ച് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആ ഒരു ആറ്റത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും അതുപോലെ നമ്മുടെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ നമ്മുടെ ആ ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ഇടൽ, നമ്മുടെ കാഥോഡ് റേസ് എന്ന ഗ്രീൻ ഗ്ലോ വരുന്ന ആ ഒരു സംഭവം തന്നെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റഡി വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഏത് വീഡിയോ വേണമെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ സജഷൻസും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം അങ്ങനത്തെ ആ ഒരു എക്സ്പെരിമെൻ്റൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മുടെ വില്യം ക്രൂക്സ് ആണ് കേട്ടോ ഡിസ്കവർ ചെയ്തത്. പിന്നെ നേരെ നമ്മൾ പഠിച്ചത് നമ്മുടെ കാഥോഡ് റേസിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, 4 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് പഠിച്ചു. പിന്നെ ഇപ്പം തന്നെ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം കുറേ ഉണ്ട്. എൻ്റെ 9th ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് 9th ഭയങ്കര ടഫാണെന്നാണ്. 8th പോലെയല്ല 9th. എനിക്കിപ്പം ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടോ 8th പോലെയല്ല 9th എന്ന്. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാമെന്ന്. അതാകുമ്പോൾ നമ്മുടെ എക്സാമിൻ്റെ സമയമാകുമ്പോൾ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എക്സാമിൻ്റെ തലേ ദിവസമാണ് ഞാൻ കൂടുതൽ പഠിക്കാറ്. അതാകുമ്പോൾ തന്നെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ പഠിക്കാൻ. അപ്പോൾ അതെല്ലാം കൂടി ഒന്നും പഠിക്കാൻ എന്നെ കൊണ്ട് പോയി. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് ഈ ഒരു ചാപ്റ്റർ ഒന്ന് റിവിഷൻ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് 8th 9th 10th എല്ലാവരും എന്ത് ചെയ്യുക, എടുക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, അപ്പം തന്നെ ഈ സ്കൂളിലെ ടൈമാണെങ്കിൽ ഈ സ്കൂൾ വിട്ട് വന്നിട്ട് ഈവനിങ് ഒക്കെ ആകുമ്പോൾ തന്നെ അന്നെടുത്ത് ചാപ്റ്റേഴ്സും ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക അപ്പം തന്നെ പഠിച്ചെടുക്കുക. അതാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പോയിന്റ് പഠിക്കുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ഫസ്റ്റ് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് റിവിഷൻ ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ചാപ്റ്റർ 1 പഠിച്ചു കഴിഞ്ഞു, ഇനി ചാപ്റ്റർ 2 എത്തുമ്പോൾ നമ്മുടെ ചാപ്റ്റർ 1 നമ്മൾ മറന്നിട്ടുണ്ടാവും. അപ്പം ചാപ്റ്റർ 2 പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ 1 കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടിയില്ലെങ്കിൽ അത് വീണ്ടും പഠിക്കുക, ചാപ്റ്റർ 2 കൂടി പഠിക്കുക. അങ്ങനെയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിത് നല്ല യൂസ്ഫുള്ളായി. കാരണം ഞാനിപ്പോൾ ഇങ്ങനെയാണ് പഠിക്കാറുള്ളത്. പറഞ്ഞ് നമ്മുടെ കെമിസ്ട്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുള്ളൂ, വലിയ പഠിപ്പൊന്നുമില്ല. പിന്നെ നേരെ പഠിച്ചത് സോഷ്യലാണ്, നമ്മുടെ ഹിസ്റ്ററി. അപ്പം ഹിസ്റ്ററിയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ സ്റ്റോൺ ഏജ്, ആ ഒരു ഏജിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ സ്റ്റോൺ ഏജ് 3 തരം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, ഇങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. അപ്പം അത് 3ൻ്റെയും ഫീച്ചേഴ്സും എന്താ പറയുക ഫീച്ചേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചെടുത്തു. കാരണം സാറ് കുറേ നോട്ട്സ് തന്നിട്ടുണ്ട്. ഞാൻ നോട്ട്സും ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയതാണ് ഈ ഒരു സംഭവം, നമ്മുടെ പാലിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതെന്തായാലും എക്സാമിന് വരും എന്നൊക്കെ സാറ് പറഞ്ഞു. അപ്പോൾ അതിലുള്ള 4-5 ചെറിയ പോയിൻറ്റ്സ് ഉണ്ടാവില്ല, അതൊന്ന് പഠിച്ചെടുത്തു. ഞാനാണെങ്കിൽ എന്ന് പറഞ്ഞാണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് തന്നെ അറിയത്തില്ല ഈ ഒരു എന്തൊക്കെ ഞാൻ പറയുന്നതെന്ന് തന്നെ. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി ടിപ്സ് വലിയതൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോന്നൊന്നും എനിക്കറിയില്ല. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഞാൻ പറയുന്നതൊക്കെ. അപ്പം അതൊക്കെ പഠിച്ചു. പിന്നെ മെസോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു. ആ ഒരു കുഞ്ഞ് ചെറിയ 2-3 പോയിൻറ്റ്സ് പഠിച്ചു. ഇതൊക്കെ സാറ് നാളെ ചോദ്യം ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനൊക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പഠിക്കുന്നത് കേട്ടോ. അപ്പം അതിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചെടുത്തു. അങ്ങനെ അത് രണ്ടും പഠിച്ചു. പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ നിയോലിത്തിക് ഏജ് ആണ്, എന്ന് വെച്ചാൽ ന്യൂ ഏജ് എന്നും ഇതിന് പറയും. അപ്പം അത് പഠിച്ചു. അങ്ങനെ അതിലുള്ള എന്തൊക്കെയോ പഠിച്ചിട്ട് നമ്മുടെ ഹിസ്റ്ററി പൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഹോംവർക്ക് എഴുതാനുണ്ടായിരുന്നു. ഈ ഒരു പാലിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സ് എഴുതി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് എഴുതിയെടുത്തു.
അങ്ങനെ പഠിക്കാനുള്ളതും എഴുതാനുള്ളതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളത്തേക്കുള്ള ബാഗ് പാക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം നാളെ പ്രത്യേകിച്ച് കുറേ ബുക്സൊന്നുമില്ല, 4 ബുക്സേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ന്യൂ ബാഗിൽ എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ ഈ ഒരു ബാഗിൽ 2 സിപ്പാണുള്ളത്, അതുതന്നെ നല്ല ബുക്സ് വെക്കുമ്പോൾ തന്നെ കുറേ സ്പേസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ലഞ്ച് ബോക്സൊക്കെ ഇവിടെ വെക്കുകയെന്ന്. ഈ ഒരു ബുക്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ലഞ്ച് ബോക്സും ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് വാട്ടർ ബോട്ടിലും വെക്കും. അതാകുമ്പോൾ തന്നെ അങ്ങനെ വെക്കുമ്പോൾ ആണെങ്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കത്തില്ല, ഇതുപോലെ നല്ലതിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പരന്നു നിന്നു. അവൾക്ക് എനിക്ക് ഈ പൊന്തി നിൽക്കണ ബാഗ് പൊന്തി നിൽക്കണ ഇഷ്ടമല്ല. അപ്പോൾ അതാകുമ്പോൾ തന്നെ ഈ ഒരു ബാഗ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. പിന്നെ പൗച്ചിലോട്ടുള്ള അല്ലാതെ ചില്ലറ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്, പ്രത്യേകിച്ച് കുറേയൊന്നുമില്ല. പിന്നും പെൻസിൽ ഹൈലൈറ്റർ അതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റീവ് ഒരു മിനി സ്റ്റഡി വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഏത് വീഡിയോ വേണമെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുകയാണെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടെ. എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ബൈ ബൈ.